കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത് 5ാം തവണയാണ് കേരളത്തിൽ നിപ്പ വൈറസ് വരുന്നത്. മരണനിരക്ക് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളെല്ലാം വളരെ ഭീതിയോടെയാണ് ഈ വൈറസിനെ നോക്കിക്കാണുന്നത്. നിപ്പയെ പ്രതിരോധിക്കാനുള്ള ഒരുപാട് പഠനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രോഗം വന്നിട്ട് ചികിത്സ തേടുക എന്നുള്ളതിനുപരിയായിട്ട് രോഗം വരാതെ നമ്മൾ സ്വയം എങ്ങനെ കരുതലെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വവ്വാലുകളിലും പന്നികളിലുമാണ് കൂടുതലായിട്ടും നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം കാണപ്പെടുന്നത്. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ ഉമിനീർ, മൂത്രം, കാഷ്ടം എന്നിവയിൽ കൂടെയും വവ്വാലുകൾ കടിച്ചുപേക്ഷിച്ച പഴങ്ങൾ നമ്മളെടുത്ത് കഴിക്കുമ്പോഴും ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു. വൈറസ് ബാധിച്ച ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്കും ഇത് പകരുന്നു. സാധാരണയായി രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് 4 മുതൽ 21 ദിവസത്തിനകമാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. പനിയോടുകൂടിയ ശരീരവേദന, തലവേദന, തൊണ്ടവേദന, ചുമ, ക്ഷീണം എന്നിവയാണ് തുടക്കത്തിലുണ്ടാവുന്ന ലക്ഷണങ്ങൾ. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് ഛർദി, സ്ഥലകാല ബോധമില്ലായ്മ, അപസ്മാരം, ബോധക്ഷയം അങ്ങനെ പല വിധത്തിലുള്ള ലക്ഷണങ്ങളും കാണിച്ചു വരുന്നു. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നിരവധി മാർഗങ്ങളിലൂടെ നിപ്പ പടരുന്നുണ്ട്. രോഗബാധിതരായ വ്യക്തികളുടെ ശരീരസ്രവങ്ങൾ വഴിയാണ് കൂടുതലായിട്ടും പകരുന്നത്. അവരുടെ ഉമിനീര്, ഛർദി, മൂത്രം, മലം, രക്തം തുടങ്ങിയവയൊക്കെ നമ്മുടെ ശരീരത്തിലാകുമ്പോൾ അതിൽ നിന്നും വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പടരുന്നു. നിപ്പ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട മുൻകരുതൽ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. മൃഗാദികളുടെ കടിയേറ്റതും പൊട്ടിയതും പോറലുള്ളതുമായ പഴങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത്. തുറന്നതും മൂടിവെക്കാത്തതുമായ പാത്രങ്ങളിൽ ശേഖരിച്ചിട്ടുള്ള കള്ളും മറ്റു പാനീയങ്ങളുമൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഒരു കാരണവശാലും പച്ചവെള്ളം കുടിക്കാതിരിക്കുക. കാരണം കിണറുകളൊന്നും നമുക്ക് എപ്പോഴും മൂടി വെക്കാൻ കഴിയില്ല. കിണറ്റിലും മറ്റ് ജലസ്രോതസ്സുകളിലുമൊക്കെ വവ്വാലുകളുടെ കാഷ്ടമൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകിൽ കിണറുകളൊക്കെ ഒന്ന് മൂടി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം ചൂടാക്കി കുടിക്കുക, ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വളർത്തുമൃഗങ്ങളാണെങ്കിൽ പോലും അവയുടെ വിസർജ്യങ്ങളുമായി നമ്മൾ നേരിട്ട് സമ്പർക്കം ഒഴിവാക്കുക. അഥവാ നിങ്ങൾക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കൈ നന്നായിട്ട് കഴുകുക. സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ നന്നായിട്ട് വൃത്തിയാക്കി വെക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്, നിങ്ങൾ ആശുപത്രികളിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസ്ക് ധരിക്കുക. കയ്യിലൊരു സാനിറ്റൈസർ കരുതുക. അറിയാത്ത രോഗികളുമായിട്ട് തുറന്ന് ഇടപഴകുന്നത് ഒഴിവാക്കുക. നമ്മുടെ തലച്ചോറിനെയും ശ്വാസകോശത്തെയുമാണ് ഏറ്റവും കൂടുതലായിട്ട് നിപ്പ ബാധിക്കുന്നത്. നിപ്പ ബാധിച്ച് 2-3 ദിവസത്തിനകം തന്നെ രോഗി കോമ സ്റ്റേജിലെത്താനും തുടർന്ന് മരണപ്പെടാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. താങ്ക് യു.